പ്രിയമുള്ളവരെ നമസ്കാരം. ധ്യാൻ ശ്രീനിവാസൻ, ജേക്കബ് ഗ്രിഗറി, രഞ്ജി പണിക്കർ, രഞ്ജിത്ത്, അപർണ ദാസ്, വിജയ് തലവാസൽ തുടങ്ങിയ താരങ്ങളെ അണിനിരത്തി എസ്.എൻ. സ്വാമി കഥയെഴുതി സംവിധാനം ചെയ്ത പുതിയ സിനിമയാണ് സീക്രട്ട്. ഈ സിനിമ ഒരു ട്രോളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആൾദൈവങ്ങളുടെ കാലഘട്ടങ്ങളാണ്. ദൈവത്തിലുപരി ആൾദൈവങ്ങളിൽ വിശ്വസിച്ച് ആളുകൾ അവർ പറയുന്നതനുസരിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ അവരെ ദൈവങ്ങളായി കാണുന്ന, അല്ലെങ്കിൽ അവരെ ദൈവത്തിൻ്റെ പ്രതിപക്ഷന്മാരായി കാണുന്ന ഒരു കാലഘട്ടമാണിത്. അതിപ്പോഴാട്ടോ കുറച്ച് ആയിട്ടുള്ളൂ അത്രക്ക് തരം താണ ആളുകൾ നമ്മുടെ ഈ ഒരു കൺട്രിയിൽ വന്നു തുടങ്ങിയിട്ട്. കാരണം അതം പതിച്ചു പോയി ആളുകൾ. അവർക്കിട്ടുള്ള ട്രോളാണോ ഈ സിനിമ, ഈ സീക്രട്ട് എന്ന സിനിമ? എനിക്ക് സംശയമുണ്ട്. കാരണം സിനിമയിൽ മുഴുനീളം അത് തന്നെയാണ്. അതായത് ഈ ഒരു ജ്യോത്സ്യനെ പോയി കണ്ടിട്ട് ഒരാൾ ഇന്ന ദിവസം മരിക്കും, ഇവൻ കല്യാണം കഴിക്കാൻ, അതായത് ധ്യാൻ ശ്രീനിവാസൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി കല്യാണം കഴിഞ്ഞ ഉടനെ മരിക്കും, അതുകൊണ്ട് ആ കല്യാണം വേണ്ടാന്ന് ഉള്ള രീതിയിൽ കല്യാണം കഴിക്കരുത്, കല്യാണം കഴിക്കാൻ പാടില്ല, കല്യാണം കഴിച്ചാൽ ആ കുട്ടി മരിക്കും എന്ന് ഒരു ജ്യോത്സ്യം പറയുകയും അത് വിശ്വസിച്ച് അതിന് പ്രതികർമ്മം ചെയ്യാൻ നടക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ്റെ കൂടെയുള്ള ജേക്കബ് ഗ്രിഗറിയുടെ കഥാപാത്രവും അപർണദാസിൻ്റെ കഥാപാത്രവും അതിനുള്ളൊരു പ്രതിവിധി അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെയാണ് അവർ മറ്റൊരു സ്വാമി പോലുള്ള ഒരു സയൻസൊക്കെ കൂടി കൂട്ടിക്കലർത്തിയ ഒരാൾ, മൂപ്പരാണ് ഈ രഞ്ജിത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കുറേ ശാസ്ത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങളുടെ, സയൻസ് പരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പറയാണ്, ഈ ഭൂമിയിൽ നിങ്ങൾ ആരെങ്കിലും 3 ആളെ ജീവൻ രക്ഷിച്ച ഈ പ്രകൃതി നിങ്ങളോട് കനിയും, അപ്പോൾ ആ പെൺകുട്ടി മരിക്കില്ല. എന്തൊരു തോൽവിയല്ലേ! ഇതൊക്കെ വല്ല യു.പിയിലോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്തൊക്കെ കൊണ്ട് കാണിക്കേണ്ട ഒരു സിനിമയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ചെറുപ്പക്കാർ ഇതൊക്കെ ആലോചിക്കും. ഇതൊക്കെ ഒരു 1970-ലോ 80-ലോ 90-ലൊക്കെ ഇറങ്ങണ്ട, 90-ൽ ഇറങ്ങണ്ട, ഒരു 70-80 കാലഘട്ടങ്ങളിലൊക്കെ ഇറങ്ങുന്ന ഒരു സിനിമ, അത്രേ ഉള്ളൂ. ഇത് ഒക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സീരിയലില്ലേ, സീരിയലൊക്കെ ഇതിനേക്കാൾ എത്രയും ഭംഗിയായിട്ട് ചെയ്യുമെന്നറിയാമോ? വളരെ മോശം സിനിമ. ഒന്നും നമ്മളൊക്കെ ഒരു പൊട്ടന്മാരാണോ നമ്മളൊക്കെ ഈ പറയുന്ന മാതിരി ഇതിലൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്ന? എന്തിനാണ് ഈ ധ്യാൻ ശ്രീനിവാസൻ ഇമാതിരി സിനിമകളിൽ കൊണ്ടുപോയി തല വെച്ച് കൊടുക്കുന്നത്? എൻ്റെ പൊന്നു ധ്യാനെ, നീ നല്ല കഴിവുള്ള, നന്നായിട്ട് അഭിനയിക്കുന്ന ഒരച്ഛൻ്റെയും മോൻ്റെയും, അതായത് ഒരച്ഛൻ ശ്രീനിവാസൻ, ജ്യേഷ്ഠൻ വിനി ശ്രീനിവാസൻ, ആളുടെ തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ. ധ്യാനെ അഭിനയിക്കാനുള്ള നല്ല കഴിവുണ്ട്. ആ കഴിവ് ധ്യാൻ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് മാത്രം. അതുകൊണ്ടാണ് ഇവർ പറയുന്ന ഈ ഏറാൻ മൂളികൾ പോലെ നിൽക്കുന്നത് ഓരോ പടത്തിലും. കഥയൊക്കെ സെലക്ട് ചെയ്തിട്ട് അഭിനയിക്കാൻ പറ്റുന്ന സംഭവങ്ങളുണ്ടെങ്കിൽ മാത്രം ചെയ്യ്. അല്ലാതെ ഇത്തരം ദുരന്തത്തിൽ ചെന്നിട്ട് തല വെച്ച് കൊടുക്കല്ലേ. കാരണം ഇത് കന്നഡ അല്ലെങ്കിൽ തെലുങ്ക് തമിഴന്മാർ പോലും ഇപ്പോൾ ഇങ്ങനെയുള്ള പടങ്ങൾ സ്വീകരിക്കില്ല. കാരണം ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന മറ്റുള്ള ആളുകൾ ഒക്കെ ഇറക്കുന്ന സിനിമകളൊക്കെ ഒന്ന് കാണും. ഇപ്പോൾ ഒരു ആസിഫ് അലി അഭിനയിച്ച ആ ലെവൽ ക്രോസ്, അതുപോലുള്ള സിനിമകളൊക്കെ ഒന്ന് കണ്ടിട്ട് എന്താണ് സിനിമ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരു സിനിമ ചെയ്യും. കുറ്റം പറയണതല്ല, സങ്കടം കൊണ്ട് പറയാനാണ്. കാരണം നല്ല കഴിവുള്ള ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ. അതുപോലെ ഇതിനകത്ത് അഭിനയിച്ചവരൊക്കെ, അവർക്കൊക്കെ നല്ല കഴിവുള്ള ആളുകളാണ്, അഭിനയിക്കാൻ നല്ല കഴിവുള്ള ആളുകളാണ്. പക്ഷെ അവർ വന്ന് പെട്ട ആ ഒരു സിനിമയുടെ ഒരു ഫോർമാറ്റ് പറ്റിയില്ല. അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായമാണ്. സിനിമ കാണുന്ന മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതായത് ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയും ഈ ആൾദൈവങ്ങളുടെ ഒരു കാലഘട്ടമാണിത്. ദൈവത്തെക്കാളുപരി ആൾദൈവങ്ങൾ പറയുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയി നമ്മുടെ നാട്. അപ്പോൾ അത്തരം ചില ആളുകൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടുകൂടായികയില്ല, ഇഷ്ടപ്പെടാം. അപ്പോൾ അവരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ എന്നെപ്പോലെ എനിക്കെന്തോ ഈ പടം വർക്കൗട്ടായില്ല, എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. വളരെ മോശം സിനിമയാണ്. എസ്.എൻ. സ്വാമിയുടെ ഒക്കെ തിരക്കഥ എന്ന് വെക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, എത്രയോ സിനിമകൾ, സൂപ്പർ ഹിറ്റ് പടങ്ങളുണ്ട് എസ്.എൻ. സ്വാമിയുടെ തിരക്കഥയിൽ.
പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഇത് എനിക്ക് തോന്നണേ നേരത്തെ എന്തോ ഒരു പടം എഴുതി വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റാണ്ട് പോയ ഒരു പടമാണോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. ആളുകൾക്കൊന്നും ചെയ്യാനില്ല, അതിനാണെങ്കിലാണ് ഈ ഗ്രിഗറിയൊക്കെ ആണെങ്കിൽ വെറുപ്പിക്കലാണ്. ഒരു അന്ധവിശ്വാസത്തിന് അത് അന്ധവിശ്വാസം ഉണ്ടെന്ന് ഉറപ്പിച്ച് ആളുകളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ നീ ഇത് വിശ്വസിക്കണം, ഇങ്ങനൊരു സാധനം ഉണ്ട്, ഇങ്ങനെ ആ ഒരു ജ്യോതിഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു ജ്യോത്സ്യൻ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു സ്വാമി പറയുന്ന സത്യമാണ്, നീ നിൻ്റെ ഭാര്യ ഇന്ന സമയത്ത് മരിക്കും, അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ട് അതിന് പ്രതികർമ്മം ചെയ്യണം എന്നുള്ള ഒരു ഇത് സ്വപ്നം കാണുക, സ്ഥിരം സ്വപ്നം കാണുന്ന ആളുകൾ. ഗ്രിഗറി ഇടയ്ക്കൊരു സ്വപ്നം കാണും. അത് പോരാഞ്ഞിട്ട് ക്യാമറ, പുള്ളി ഒരു സിനിമയോ സീരിയലോ എന്തോ ഷൂട്ട് ചെയ്യുന്ന ഒരു ക്യാമറമാനാണ്. മൂപ്പര് ക്യാമറയിൽ കൂടി കാണുമ്പോഴും പല നിമിത്തങ്ങൾ കണ്ടുമുട്ടാണ്. ഈ ക്യാമറയിലൂടെ കാണുന്നു. ഒരു പ്രാവശ്യം ധ്യാൻ മരിച്ചിറക്കേണ്ടതായിട്ട് കാണുന്നു. പിന്നെ ലാസ്റ്റ് എന്തായാലും ഈ പെൺകുട്ടിയെ ഒരു അപകടത്തിൽ ചാടിക്കണം എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടിയെ ഒരു അപകടത്തിലോട്ട് തള്ളിവിടുന്ന ഒരു കഥയും ഡയറക്ടറും. പക്ഷേ വളരെ അത്ഭുതകരമായിട്ട് ആ പെൺകുട്ടി രക്ഷപ്പെടുന്നുണ്ട്. അതൊരു സൂപ്പർ സീനാട്ടോ, കിട്ടില്ല സീനാ. നിങ്ങൾ കാണാതിരിക്കരുത് ഈ പടം, കാരണം നമ്മൾ അനുഭവിച്ചത് നിങ്ങളും അനുഭവിക്കണം. ഞാൻ ഒരു സിനിമയെ കുറിച്ചിട്ട് ഇത്ര മോശം പറയാറില്ല. കാരണം ഈ ആൾദൈവങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെ സപ്പോർട്ട് ചെയ്യണ എല്ലാ കാര്യവും ഈ കാലഘട്ടത്തിൽ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇവിടെ ശാസ്ത്രം തന്നെയാണ്, മറ്റെന്തിനേക്കാളും മേലെ ശാസ്ത്രം തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലുള്ള സിനിമകൾ ചെന്ന് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഓടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളിപ്പോഴും ശിലായുഗത്തിലാന്ന് പറയും. നമ്മൾ മാറണം, നമ്മുടെ സിനിമയും മാറണം. മറ്റുള്ള രാഷ്ട്രങ്ങളുടെ സിനിമകളൊക്കെ നമ്മൾ കണ്ടു പഠിക്കണം. കുറച്ചുകൂടെ നല്ല പടങ്ങൾ വന്നതാണ്, നല്ല സിനിമകളായിരുന്നു കുറച്ചുകൂടെ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലെവൽ ക്രോസ് നല്ല പടമാണ്. അതുപോലെ അത്യാവശ്യം കുറച്ച് ചിരിക്കാനുള്ള സിനിമയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പഞ്ചായത്ത് ജെട്ടി. ആളുകളെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്ന അത്തരം പടങ്ങളാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇതുപോലെ കൂറ പടങ്ങൾ പൊന്ന് ജാന നീ ചെന്ന് തല വെച്ച് കൊടുക്കില്ല ഇതിനകത്ത് കേട്ടോ. ഒരനിയനോടുള്ള വാത്സല്യം കൊണ്ട് പറയുന്നതാണ്. കാശ് കിട്ടുമായിരിക്കും, പക്ഷേ കാശ് കൊണ്ട് മാത്രം ഒരു അഭിനേതാവാവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ എൻ്റെ അഭിപ്രായമാണ്. എനിക്ക് ഈ പടം കണ്ടിട്ട് ഒരു വർക്കൗട്ട് ആയില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും തോന്നിയില്ല ഈ പടം കണ്ടിട്ട്. വെറുതെ ഇരുന്ന് നേരം കളയാന്നുള്ളതുകൊണ്ട് ഒരു കാര്യമില്ല. ഒന്നും പഠിക്കാനുമില്ല, ഒന്നും ചിരിക്കാനുമില്ല, മറ്റൊന്നുമില്ല. ഒക്കെ ഫുൾ ടൈം ആളുകൾക്ക് അഭിനയിക്കണമെന്ന് തോന്നും. അത്രക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഒക്കെ ചെയ്തു വെച്ചത്. എന്തായാലും നിങ്ങളും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണും. എന്നിട്ട് ഈ സിനിമയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് താഴെ എഴുതിയിടുക കമൻ്റായിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.